പ്രാവശ്യം കൂടെ ദൈവവചനം ദൈവം നമ്മളെ സഹായിച്ചതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥിച്ച് ദൈവവചനം ആരംഭിക്കാം. കർത്താവെ, താങ്ക് യു ലോർഡ്. കർത്താവെ, അങ്ങയുടെ വചനം കർത്താവെ ഞങ്ങളെ വോൺ ചെയ്യുകയും ഞങ്ങളെ കറക്റ്റ് ചെയ്യുകയും ഞങ്ങളെ ട്രാൻസ്ഫോം ചെയ്യുകയും ചെയ്യുന്ന വചനം. അകയാൽ സ്തോത്രം. അത് ഞങ്ങളുടെ നന്മയ്ക്കായിട്ടാകുന്നല്ലോ കർത്താവെ. അങ്ങ് എങ്ങനെയാ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് ഓർപ്പിച്ചു തരുന്നത്? അതിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. ദൈവം ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്നതും കേൾക്കുന്നതും കർത്താവെ ചിന്തിക്കുന്നതും ഒക്കെ കർത്താവെ ഞങ്ങളുടെ ട്രാൻസ്ഫോർമേഷന് കാരണമാക്കി തീർക്കണമേ. അങ്ങയുടെ ഫ്രം ഗ്ലോറി ടു ഗ്ലോറി, അങ്ങയുടെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് അങ്ങയിൽ പോലെ ആകുവാൻ പിതാവായ ദൈവം ഞങ്ങളെ കാണുമ്പോൾ പ്രസാദിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ ആമേൻ. ഞാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ ചേർച്ചില് ഒരു മെസ്സേജ് ഡോക്ടർ ഗാബി കൊടുത്തത് ടെംപ്റ്റേഷനെ പറ്റിയായിരുന്നു. ഒന്ന് കൊരിന്ത്യർ 10-ാം അധ്യായത്തില് അതിനകത്ത് 4 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. എങ്ങനെയാ നമ്മൾ ഇസ്രായേൽ മക്കള് പിന്നെ പരീക്ഷിക്കപ്പെട്ടത് അല്ലെങ്കിൽ പരീക്ഷയിൽ വീണുപോയത് എന്ന് പറയാം. ടെംപ്റ്റേഷൻ അവര് എങ്ങനെയായിരുന്നു എന്ന്. അപ്പൊ ഞാൻ അത് ആലോചിക്കുമായിരുന്നു. പലപ്പോഴും എന്റെ ജീവിതത്തിലും എനിക്കറിയാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ചില കാര്യങ്ങൾ നമ്മൾ വേണ്ട, അതിന് ഇങ്ങനെ ഞങ്ങൾ പറയരുത്, ഇങ്ങനെ ഞാൻ പറയരുത്, ഇങ്ങനെ ഞാൻ ചിന്തിക്കരുത് എന്ന് വിചാരിച്ചാൽ പോലും പിന്നെയും നമ്മള് അങ്ങനെ നമ്മുടെ ജഡത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും. നമുക്ക് വളരെ ദുഃഖമാത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, കർത്താവെ, ഞാൻ ചില കാര്യത്തിൽ എനിക്ക് വിജയം എടുക്കാൻ സാധിക്കുന്നില്ലല്ലോ, ഞാൻ പിന്നെയും വീണു പോവാണല്ലോ എന്ന് വിചാരിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് 2 വാക്യങ്ങൾ നമുക്ക് 1 കൊരിന്ത്യർ 10 തന്നെ, 1 കൊരിന്ത്യർ 10 ഇസ്രായേൽ മക്കളുടെ ടെംപ്റ്റേഷനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ആ ഭാഗത്തിന്റെ 12-13 വായിക്കാം. 1 കൊരിന്ത്യർ 10-12-13. ആകയാൽ രണ്ട് കാര്യം, നമ്മൾ ഒന്നിൽ നമ്മൾ വാക്യം 12-ലുള്ളവരാ, അല്ലെങ്കിൽ നമ്മൾ വാക്യം 13-ലുള്ളവരാ. നമുക്ക് ഏതിലാന്ന് നമുക്ക് നോക്കാം. 12-ാം അധ്യായം നല്ലതായിട്ട് ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഒരു മനുഷ്യനെ പറ്റിയാ. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് നിൽക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ നാളെ വീഴത്തില്ല എന്നില്ല. പക്ഷെ വീഴുന്ന ഒരാളോട് കർത്താവ് എന്തോ പറയുന്നു നോക്കിയേ. ഇച്ചിരിയുടെ വലിയ വാക്യമാ 13-ാം വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. അപ്പൊ ഇത് നമ്മൾ മലയാളത്തിൽ ആക്ച്വലി പരീക്ഷ എന്ന് വായിക്കുമ്പം നമ്മൾ വിചാരിക്കും അത് നമുക്ക് വരുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളുമാണ്. ആക്ച്വലി അതൊന്നും അല്ല. അതിന് മേളിൽ പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങളാ. ഇതാണ് ഞങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ വചന ശുശ്രൂഷയിലെ സൺഡേ ബ്രദർ ഗാബി ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതിനകത്ത് 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 10-ന്റെ തുടക്കം തൊട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, എല്ലാവരെയും ഇസ്രായേൽ മക്കളെ മുഴുവനെയും കർത്താവ് ഒരുപോലെയാ രക്ഷിച്ചത്. അതേപോലെ നമ്മളിപ്പോ വചനം ശ്രദ്ധിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് തന്റെ വിലയേറിയ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഒരേ അവസരങ്ങൾ തന്നിട്ടുള്ള മനുഷ്യരാ. പക്ഷേ നമ്മുടെ തെറ്റുകൾ അവിടെ 7-ാമത്തെ വാക്യം തൊട്ട് വായിക്കാം. 7-ാമത്തെ വാക്യത്തിൽ വായിക്കാം, നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. 8-ാമത്തെ വാക്യം, പരസംഗം ചെയ്തു അവര്. 9-ാമത്തെ വാക്യം, ചിലർ കർത്താവിനെ പരീക്ഷിച്ചു. 10-ാമത്തെ വാക്യത്തില് ചിലർ പിറുപിറുത്തു. അപ്പം ഈ 4 കാര്യങ്ങളാണ് ദേവദാസൻ കഴിഞ്ഞ സൺഡേ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതായത് പലപ്പോഴും നമ്മളെ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. ട്രൈയിങ് ദ ലോർഡ്. അതായത് പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഞാൻ ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞപ്പം സംഖ്യാപുസ്തകം 21-ാം അധ്യായം നമ്പേഴ്സ് 21-ന്റെ 4-5 അവിടെ നമ്മൾ വായിക്കുന്നത്, ഇസ്രായേൽ മക്കള് മോശയ്ക്കും ദൈവത്തിനും എതിരെ സംസാരിച്ചു. അവർ ചോദിക്കുക, എന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്താ നിങ്ങൾക്ക് മാത്രമേ അധികാരമുള്ളൂ? ഇങ്ങനെ പല ക്വസ്റ്റ്യൻസ്. എന്തിനാന്നുള്ളത്. ആക്ച്വലി അവർ തന്നെയാണ് ആ മരുഭൂമിയിൽ കൂടി പോകേണ്ടി വന്നത്. മരുഭൂമിയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വരുന്നതിന്റെ കാരണം നമ്മൾ തന്നെയാണ്. അവരെ ഒറ്റുനോക്കാൻ വിട്ടപ്പോഴ് 2 യോശുവയും കാലേബും പറഞ്ഞത് അവര് വിശ്വസിക്കാതെ അവർ ബാക്കി 10 പേര് പറഞ്ഞ ഡിസ്കറേജിങ് വേർഡ്സ് ആണ് അവർ വിശ്വസിച്ചത്. അതുകൊണ്ട് എന്ത് പറ്റി? കുറച്ചു ദിവസത്തില് കനാൻ ദേശത്ത് അല്ലെങ്കിൽ അനുഗ്രഹത്തിന്റെ ജീവിതത്തിലേക്ക്, കനാൻ ദേശം കാണിക്കുന്നത് സ്വർഗമല്ല, അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതമാണ്. അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരും. കാരണം അവർക്ക് അവിടെ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അതേസമയം അവർ കർത്താവ് കൂടെ ഉണ്ടായിരുന്നു അവരുടെ യുദ്ധങ്ങളെ നേരിടാനായിട്ട്.
അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്ത്യൻ ജീവിതത്തിലേക്ക് പെട്ടെന്ന് കടക്കാതെ നമ്മൾ കുറേ നാൾ 40 വർഷം എടുത്ത് കടക്കേണ്ടിയ ഒരു അവസ്ഥ ഞാൻ ഓർക്കുമായിരുന്നു. പലപ്പോഴും എന്റെ ജീവിതത്തില് എന്റെ കുറവുകൾ വേറെ ആയിരിക്കും, എന്റെ കുറവുകളായിരിക്കത്തില്ല നിങ്ങളുടെ കുറവുകൾ. ഞാൻ ഓർക്കുമായിരുന്നു എപ്പോഴും എന്റെ ഒരു കുറവെന്ന് പറയുന്നത്, പലപ്പോഴും ഞാൻ എന്റെ ഹസ്ബൻഡ് പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് എതിർത്ത് പറയും. അതെനിക്ക് വലിയ വിഷമം, എനിക്ക് അങ്ങനെ പറയാൻ ആഗ്രഹമില്ല. എന്നാൽ പോലും പക്ഷെ ഉടനെ തന്നെ ഞാൻ പിന്നെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്നോട് സംസാരിച്ചിട്ട് ഞാൻ ഉടനെ അതിനെ തിരിച്ചു തന്നെ ഞാൻ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കും, കർത്താവെ അങ്ങനെ എതിർത്ത് പറയാതെ ഞാനത് ദൈവത്തിന്റെ പ്ലാൻ ഇതിനകത്തുണ്ടോ, അല്ലെങ്കിൽ ഒരു സൗമ്യത ആത്മാവിൽ എനിക്ക് പലപ്പോഴും നേരിടാൻ സാധിച്ചില്ല. അത് ഓർത്ത് ഞാൻ ഒത്തിരി വിഷമിച്ചു. ഞാൻ അതാണ് ആക്ച്വലി ഇന്ന് ആ വിഷയം ദൈവം എന്നെ എങ്ങനെ ആശ്വസിപ്പിച്ചു ആ കാര്യത്തില് എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞ 12-ാം വാക്യം 1 Corinthians 10 പറഞ്ഞിരിക്കുന്നത്, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചോളട്ടെ. നമ്മൾ ഈ വചനം, ദൈവത്തിന്റെ ഈ വചനം ശ്രദ്ധിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ചിലര് നമ്മൾ ആ ഭാഗത്തായിരിക്കും, കുഴപ്പമില്ല ഞാനിപ്പോ ആത്മീയമായിട്ടൊക്കെ നല്ലതായിട്ടായിരിക്കുന്നത്, കർത്താവ് നമുക്കൊരു വാർണിംഗ് തരുക, അങ്ങനെ തോന്നുന്നു എങ്കിൽ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. 13-ാം വാക്യത്തിലെ വാക്യം ചിലപ്പം ഞാൻ പറഞ്ഞ പോലത്തെ ആയിരിക്കാം. ചിലപ്പം മനുഷ്യർക്ക് നടപ്പല്ല, അത് പരീക്ഷ, ടെംപ്റ്റേഷനില്ല, വീണേം പിന്നെയും വീണു പോവാ. കർത്താവ് പറയുക, ദൈവം വിശ്വസ്തന, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ ദൈവം സമ്മതിക്കത്തില്ല, സഹിക്കാൻ കഴിയേണ്ടതിന് പോക്കുവഴി ഉണ്ടാക്കുന്ന. അപ്പം ഞാൻ ഇതിങ്ങനെ വായിച്ചപ്പം പെട്ടെന്ന് എന്റെ ഈ പ്രയാസത്തെ ഓർത്ത് ഞാൻ ഒത്തിരി വിഷമിച്ച സമയത്ത് ദൈവം എനിക്ക്, ചിലപ്പോൾ എന്റെ പ്രയാസം ആയിരിക്കത്തില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രയാസം. എല്ലാ കാര്യത്തിലും നമ്മൾ പിറുവിറുക്കുമായിരിക്കും, എന്ത് വന്നാലും ചിലപ്പോൾ പിറുവിറുക്കുന്ന ഒരു അനുഭവമായിരിക്കും. ചിലപ്പം നമ്മൾ ഇംപേഷ്യന്റ് ആയിരിക്കും. ഞാൻ ഓർക്കുമായിരുന്നു, നമ്മുടെ പ്രായമുള്ള നമ്മുടെ പേരൻസിനോട് നമ്മൾ ഇംപേഷ്യന്റ് ആയിരിക്കും. ചിലപ്പോൾ അതായിരിക്കും നമ്മുടെ ഒരു ടെംപ്റ്റേഷൻ. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രൊവോക്ക് ചെയ്യുമായിരിക്കും. ഇതൊക്കെ ദൈവത്തിന്റെ വചനത്തിലുള്ള ഉള്ള കാര്യങ്ങളാ. ചിലപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചിലപ്പോൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങാതെ, ചിലപ്പം കീഴടങ്ങുന്നില്ലായിരിക്കാം. ചിലപ്പോൾ നമ്മള് അന്യോന്യം നമുക്ക് സഹോദര സ്നേഹം നമുക്കില്ലായിരിക്കും. എത്ര കാര്യങ്ങളുണ്ട് ദൈവവചനത്തിൽ നമുക്ക് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത. ചിലപ്പോൾ നമ്മൾ ഇതൊന്നും ആയിരിക്കത്തില്ല. കഴിഞ്ഞ ദിവസം സ്റ്റുഡൻസിനോട് പ്രസംഗത്തിൽ ഡോക്ടർ ഗ്യാബി പറയുമായിരുന്നു, അതായത് ചിലപ്പോൾ നമ്മളൊരു പരീക്ഷ വരുമ്പോൾ നമ്മൾ സ്റ്റുഡൻസിന്റെ എക്സാംസ് വരുമ്പോൾ നമ്മൾ ഇത്രയും പോർഷൻ എന്താ പഠിക്കാനുള്ളത്, എനിക്ക് വയ്യ പഠിക്കാൻ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങളായിരിക്കാം. അപ്പം ഈ 2 Peter കർത്താവ് എനിക്കൊരു ഹോപ്പ് ഉണ്ടെന്ന് എന്റെ സ്ഥലത്തിൽ കർത്താവ് പറഞ്ഞു എന്നോട് എന്റെ പ്രശ്നത്തില്. 2 Peter chapter 2 verse 9, 2 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യം. The Lord knows how to rescue the godly from temptation. അതെന്നെ എത്ര ആശ്വസിപ്പിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. The Lord knows how to rescue the godly from temptation. മലയാളത്തിൽ അതിങ്ങനെയാ വായിക്കുന്നത്, കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും. പിന്നെ ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റില് അറിയുന്നുവല്ലോ, കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും അറിയുന്നുവല്ലോ. ദ ലോർഡ് നോസ് ഹൗ ടു റെസ്ക്യൂ. അപ്പൊ ഞാൻ അതിന്റെ കോണ്ടെക്സ്റ്റ് വായിക്കാം. നമ്മള് ലോത്തിനെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത്, ലോത്തിനെ പറ്റി നമുക്ക് എല്ലാം അറിയാം. അബ്രഹാം, ലോത്ത് സ്വന്തമായിട്ടൊരു ഒരു ദൈവീക മകൻ, ദാസൻ പോകേണ്ട അല്ലാത്തൊരു സ്ഥലം തിരഞ്ഞെടുത്തു. 19-ാം അധ്യായത്തിൽ നമുക്കത് വായിക്കാം. ഞാൻ ഈ പറയുന്ന ഭാഗം മാത്രം, ഈ ചിന്ത മാത്രം, അതിന്റെ ഭാഗം മാത്രം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി, ജെനസിസ് ചാപ്റ്റർ 19, 15-ാം വാക്യം തൊട്ട് നമുക്ക് ഭാഗം അറിയാവുന്നതുകൊണ്ട് മുഴുവൻ വായിക്കേണ്ട ആവശ്യമില്ല. ഉഷസ്സായപ്പോൾ, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 15-ാം വാക്യം. ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി. ഞാൻ ഓർക്കുമായിരുന്നു, ലോത്ത് തന്നെത്താനെ തീരുമാനിച്ച് ആ സ്ഥലത്തോട് തെറ്റിപ്പോയി. ലോത്ത് സ്വന്തമായിട്ട് ദൈവം അബ്രഹാമിന്റെ പോലെ തെരഞ്ഞെടുപ്പ് എടുക്കാതെ അധർമ്മികളും ദുഷ്ടന്മാരും, അങ്ങനെ ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ഉദ്ദേശിക്കുന്നത്, ആ ഏറ്റവും മോശമായിട്ടുള്ള തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോയി ലോത്ത് താമസിക്കാനായിട്ട് തീരുമാനിച്ചു. ഇതൊരു തെറ്റായ ഡിസിഷൻ ആയിരുന്നു. പക്ഷെ ദൈവം എന്ത് ചെയ്തു? അവിടെയും ലോത്തിനെ കടാക്ഷിച്ചു. ലോത്ത് ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി. അതായത് നമ്മള് ടെംപ്റ്റേഷനിൽ വീഴുമ്പോൾ, നമ്മള് തെറ്റായിട്ടുള്ള കാര്യം പിന്നെയും വീഴുമ്പോൾ കർത്താവ് ആരെങ്കിലും അയക്കും നമ്മളെ ബന്ധപ്പെടുത്തി നമ്മളെ അവിടുന്ന് മാറ്റാനായിട്ട്. ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേക്കുക, നിന്റെ ഭാര്യയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. പിന്നെ എന്തോ ലോത്ത് ചെയ്ത്? അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ
ആ പുരുഷന്മാർ അവനെയും ഭാര്യയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച പട്ടണത്തിന്റെ പുറത്ത് കൊണ്ടുപോയി ആക്കി അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്. ഇതാ ദൈവത്തിന്. അതായത് നമ്മളെ ചില നമ്മള് ടെംപ്റ്റേഷനിൽ വീഴുന്ന സമയത്ത് പിന്നെ എന്നോട് പറയുമായിരുന്നു, കർത്താവ് എനിക്ക് ഇതിനോട് കരുണയുണ്ട്. ഞാൻ അതിന്റെ ഇംഗ്ലീഷ് വായിക്കാം. 19:15 തൊട്ട് വായിക്കാം. When morning dawned, the angels urged Lot, saying, "Up, take your wife and your 2 daughters who are here, or you will be swept away in the punishment of the city." But he hesitated. So the men seized his hand of his wife and the hands of his 2 daughters, for the compassion of the Lord was upon him. നമ്മുടെ ചില സിറ്റുവേഷൻസിൽ നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യത ഉള്ള സമയത്ത് നമ്മൾ പിന്നെയും തെറ്റിപ്പോകുമ്പോൾ കർത്താവ് നമ്മൾ മക്കളായതുകൊണ്ട്, ലോത്ത് ദൈവത്തിന്റെ മകനായിരുന്നു, നീതിമാനായ ലോത്ത് എന്നാ പറഞ്ഞിരിക്കുന്നത് 2 പീറ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഹെസിറ്റേറ്റ് ചെയ്തപ്പോഴും കർത്താവ് അവനെ കൈക്ക് പിടിച്ച്, ദൂതന്മാരെ വിട്ട് കൈക്ക് പിടിച്ച്. എന്തുകൊണ്ടാ? ദ കമ്പാഷൻ ഓഫ് ദ ലോർഡ് വാസ് അപ്പോൺ. നമ്മുടെ സിറ്റുവേഷൻസിൽ പലപ്പോഴും നമ്മൾ പിന്നെയും പ്രയാസപ്പെടും. അതായത് ഞാൻ പിന്നെയും ഇങ്ങനെ തെറ്റ്, എനിക്ക് ചിലപ്പം നമുക്ക് എന്തൊക്കെയാ തെറ്റായിട്ട് നമുക്കുള്ളത്? അൺബിലീഫ് നമ്മുടെ ഒരു തെറ്റാ, ഒരു ഫിയർ നമ്മുടെ ഒരു തെറ്റാ. ദൈവം നമുക്ക് ധൈര്യപ്പെടുവാനായിട്ട് ദൈവത്തിന്റെ വചനവും തന്നിട്ടുള്ളപ്പോഴും നമ്മൾ പലപ്പോഴും ഭയപ്പെടുക, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ആകുല ചിന്തകൾ നിറഞ്ഞിരിക്കുക. ഇത്രയെല്ലാം നമ്മൾ ഉണ്ടെങ്കിലും നമ്മൾ ദൈവത്തിന്റെ ആ ടെംപ്റ്റേഷനിലൊക്കെ നമ്മൾ വീണു പോയാലും കർത്താവ് പറയുക, കർത്താവ് കരുണയുണ്ട്. ആ വാക്യം ഞാൻ ആക്ച്വലി ലോത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ആദ്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്. ആ വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കാം. അവൻ താമസിച്ചപ്പോൾ 16-ാം വാക്യം, യഹോവ അവനോട് കരുണ ചെയ്യാൽ ആ കർത്താവ് കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുപോയി ഓടിപ്പോകാം, പുറകോട്ട് നോക്കരുത്, പർവ്വതത്തിലേക്ക് ഓടിപ്പോകാൻ പറഞ്ഞപ്പോൾ ആക്ച്വലി ലോത്ത് പിന്നെയും ചെയ്തത് എന്തോ? ലോത്ത് പിന്നെയും ചോദിക്കുക, അയ്യോ ഞാൻ ഈ താഴെ സോവർ എന്നുള്ള അവിടെ പട്ടണത്തിൽ നിന്നോട്ടെ എന്ന്. എന്നിട്ട് ദൈവം അവിടെ സമ്മതിച്ചു, ശരിയെന്ന്. ദൈവം നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ നമ്മൾ ഏത് ടെംപ്റ്റേഷനിലാണെങ്കിൽ തെറ്റ് ചെയ്യാനുള്ള, ഞാൻ ഇത് വായിച്ചപ്പോ എന്നെ ഒത്തിരി ദൈവം ധൈര്യപ്പെടുത്തി. അതായത് ഗോഡ് നോസ് ഹൗ ടു റെസ്ക്യൂ. അതായത് ഞാൻ പിന്നെയും ഈ തെറ്റിൽ വീണ് പോകത്തില്ല, ദൈവം എന്നെ സഹായിക്കും. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എനിക്കുള്ള ഫിയറില്, എനിക്കുള്ള അൺബിലീഫില്, ഞാൻ റൂഡായിട്ട് സംസാരിക്കുവാണെങ്കിൽ, ഞാൻ പ്രൊവോക്ക് ചെയ്യുമെങ്കിൽ, ഞാനൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ കർത്താവ് പറയുക, ദ ലോർഡ് ഐ ഹാവ് കമ്പാഷൻ ഓൺ യു, ഐ വിൽ നിന്റെ പർട്ടിക്കുലർ ടെംപ്റ്റേഷനിൽ ഞാൻ നിന്റെ കൈക്ക് പിടിച്ച് നിന്നെ വെളിയിലാക്കാനായിട്ട് ഞാനുണ്ട് നിന്റെ കൂടെ. നീ വിഷമിക്കേണ്ട, നീ ആ അധർമ്മികളോട് കൂടെ നശിച്ചു പോകത്തില്ല. ലോത്ത് അധർമ്മികളോട് കൂടെ അവിടെ നശിച്ചു പോയില്ല. കർത്താവ് ഏഞ്ചൽസിനെ അയച്ച് ലോത്തിനെ വെളിയിൽ കൊണ്ടുവന്നു. ലോത്തിനെയും മക്കളെയും ഭാര്യയും കൊണ്ടുവന്നു. പക്ഷെ ഭാര്യ പിന്നെയും തിരിഞ്ഞു നോക്കിയെന്നുണ്ട് വായിക്കുന്നത്. ആ വിഷയത്തിലൂടെ ഞാൻ കടക്കുന്നില്ല. കർത്താവ് കരുണയുണ്ടവനാക്കിയാൽ എഴുതിയിരിക്കുന്ന വാക്യം എനിക്ക് തന്നെ എടുത്തു. അത് കഴിഞ്ഞപ്പോ മൈ ഹാർട്ട് റോസ് അപ് ടു ഗോഡ്. കർത്താവ്, ദ ലോർഡ് നോസ് ഹൗ ടു റെസ്ക്യൂ ദ ഗോഡ്ലി ഫ്രം ടെംപ്റ്റേഷൻ. അത് മതി. എന്റെ ഓരോരോ നീ വരാൻ പോകുന്ന സാഹചര്യത്തില് യു വിൽ റെസ്ക്യൂ മീ. ഞാൻ വറി ചെയ്യേണ്ട ആവശ്യമില്ല. യു വിൽ ടേക്ക് മീ, യു വിൽ സീസ് മൈ ഹാൻഡ്. എന്റെ കൈക്ക് പിടിച്ച് വെളിയിലെടുത്ത് ഓടിപ്പോകാൻ നിന്നോട് പറയും. കർത്താവിനെ ഓർപ്പിക്കും. ഞാൻ ചിന്തിക്കുന്ന ചിന്തകളും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും കർത്താവിനെതിരെ ആകുമ്പോൾ കർത്താവ് വിശ്വസ്തനാ. നമ്മൾ 1 കൊരിന്ത്യരിൽ വായിച്ചു, ദൈവം വിശ്വസ്തനാ, ദൈവം കരുണയുള്ളവനാ. നമ്മുടെ ടെംപ്റ്റേഷൻസ്, നമ്മൾ തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ അതാണ് ഇവിടെ പറയുന്ന കോണ്ടെക്സ്റ്റ്. നമ്മുടെ അല്ലാതെയുള്ള പരീക്ഷകളല്ല, അല്ലെങ്കിൽ നമ്മുടെ ശോധനകളല്ല, ഇത് ടെംപ്റ്റേഷനാ. അപ്പം 1 കൊരിന്ത്യർ 10-ലും 2 പത്രോസ് 2-ലും അതുപോലെ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിലും തരുന്ന വാക്യങ്ങള് എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്തോ. ഞാൻ പ്രാർത്ഥിക്കുക, എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും ഹെൽപ്പ് ചെയ്യാനായിട്ട്. ടെംപ്റ്റേഷൻസിൽ പിന്നെയും വീഴുമ്പോൾ അതായത് ദൈവത്തെ വിശ്വസിക്കാതിരിക്കുന്ന ടെംപ്റ്റേഷൻ, ദൈവത്തെ സംശയിക്കുന്ന ടെംപ്റ്റേഷൻ, എന്താ കർത്താവ് എന്ന് ചോദിക്കുന്ന ടെംപ്റ്റേഷൻ, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളിൽ നമുക്ക് ചിലപ്പം നമ്മുടെ വാക്കുകൊണ്ട് നമ്മൾ പിന്നെയും തെറ്റിപ്പോവാം, അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് തെറ്റിപ്പോവാം, നമുക്കത് ഇഷ്ടമില്ല, പിന്നെയും നമ്മൾ അറിയാതെ പോകും. അപ്പം കർത്താവ് പറയുക, മോളെ നീ വിഷമിക്കേണ്ട, ഐ നോ ഹൗ ടു റെസ്ക്യൂ യു ഫ്രം ടെംപ്റ്റേഷൻ. ഞാൻ ലോത്തിന്റെ കുടുംബത്തെയും അവിടെ നിന്ന് ഹെസിറ്റേറ്റ് ചെയ്തു വരാൻ പറഞ്ഞിട്ട് അവൻ താമസിച്ചു അതിനകത്തുനിന്ന് വരാനായിട്ട്, ആ ടെംപ്റ്റേഷനിൽ നിന്ന്. പക്ഷേ കർത്താവ് ഏഞ്ചൽസിനെ വിട്ട് കൈക്ക് പിടിച്ച് കരുണയുള്ളവനാകിയാൽ, കരുണയും വിശ്വസ്തതയുമാണ്. 1 കൊരിന്ത്യർ 10 പറഞ്ഞിരിക്കുന്നത്, വിശ്വസ്തനായ ദൈവം വിശ്വസ്തൻ,
ലോകത്തിന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന കരുണയുള്ളവൻ ദൈവം. ഈ ദൈവം നമ്മളെ നമ്മുടെ ടെംപ്റ്റേഷൻസ്, എന്റെ ടെംപ്റ്റേഷൻസ് തന്നെ സഹായിക്കുന്ന ദൈവം എനിക്ക് ആ വാഗ്ദത്വം തന്നു. ഞാൻ ദൈവത്തിൽ ഒത്തിരി ധൈര്യപ്പെട്ടു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയപിതാവേ, ഈ രാവിലെ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് കർത്താവ് അല്പസമയം അങ്ങയുടെ സന്നിധിയിൽ ഇരിപ്പാന്, അങ്ങയുടെ വചനത്തിൽ നിന്ന് കേൾക്കുവാന്, ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ഇതുപോലെ കേട്ടതുപോലെയുള്ള ടെംപ്റ്റേഷൻസ് ഉണ്ടാകുമ്പോൾ കർത്താവെ അതിൽ പെട്ടുപോകാതെ അങ്ങയിൽ തന്നെ ആശ്രയിച്ച്, കർത്താവെ അങ്ങയിൽ തന്നെ ആശ്രയം വെച്ച് കർത്താവെ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകുവാന്, അങ്ങ് തന്നിരിക്കുന്ന ഓരോ പ്രത്യാശയെ ഓർത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ വിജയകരമായിട്ട് മുമ്പോട്ട് പോകാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് തന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തുതിക്കുന്നു കർത്താവെ. വചനം തന്ന പ്രിയ മകൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഇത്രയും പേർക്ക് ഒന്നിച്ചു വരുവാൻ അങ്ങ് സഹായിച്ചല്ലോ. ഞങ്ങൾ ഇന്ന് കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവെ അത് പ്രാവർത്തികമാക്കാനും ഞങ്ങളെ സഹായിക്കണം. അടുത്ത ആഴ്ച ഒന്നിച്ചു വരുന്നവരെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ.